നമസ്കാരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ മന്ത്രിമാർ കൂട്ടത്തോടെ പിന്നിലാവുകയാണ്. തൃത്താലയിൽ MP രാജേഷ്, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദു, ഏറ്റുമാനൂരിൽ VN വാസവൻ, ആറന്മുളയിൽ വീണ ജോർജ്, പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, നേവന്ത് V ശിവൻകുട്ടി, കളമശ്ശേരിയിൽ P രാജീവ്, കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, എലത്തൂരിൽ AK ശശീന്ദ്രൻ എന്നീ മന്ത്രിമാരാണ് പിന്നിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അടിതെറ്റുകയാണ്. ധർമ്മടം മണ്ഡലത്തിൽ വൻ തിരിച്ചടി തന്നെയാണ് പിണറായി വിജയൻ നേരിട്ടത്. ധർമ്മടത്ത് ക്യാപ്റ്റൻ വരെ പിന്നിലാകുന്ന ഫലമാണ് പുറത്തു വരുന്നത്. ഇടതുകോട്ടയിൽ അധികം റൗണ്ടുകളും പൂർത്തിയാകുമ്പോൾ പിണറായി വിജയൻ 2712 വോട്ടുകൾക്ക് പിന്നിൽ തന്നെയാണ്. UDFന്റെ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് 23527 വോട്ടുകൾ നേടി മുന്നിലുണ്ട്. പിണറായി വിജയന് 20715 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയ പിണറായി വിജയൻ പിന്നീടുള്ള 2 റൗണ്ടുകളിലും പിറകിൽ പോയി. CPM ശക്തി കേന്ദ്രമായ ചെമ്പിലോട് പഞ്ചായത്തിലടക്കം മുഖ്യമന്ത്രിക്ക് അടിതെറ്റി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3500 വോട്ടിന് ലീഡ് ചെയ്തിടത്താണ് പിണറായി വിജയൻ ഇത്തവണ പിറകിൽ പോയിരിക്കുന്നത്. 13 മന്ത്രിമാരാണ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത്. UDF തരംഗത്തിന്റെ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. 98 സീറ്റുകളിലാണ് UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 1 ഡസനോളം മന്ത്രിമാരും പിന്നിലാണ്. മന്ത്രിമാർ കൂട്ടത്തോടെ പിന്നിലായത് LDF സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിന്റെ സൂചനയാണ് നൽകുന്നത്. UDFൽ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ മുന്നിലാണ്. കേരളം അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന് മണിക്കൂറുകൾക്കകം തന്നെ അറിയാം. റോഷി അഗസ്റ്റിൻ, VN വാസവൻ, R ബിന്ദു, ഗണേഷ് കുമാർ, P രാജീവ്, OR കേളു, V ശിവൻകുട്ടി, വീണ ജോർജ്, V അബ്ദുറഹ്മാൻ, MP രാജേഷ്, J ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, P പ്രസാദ് എന്നിവരും പിന്നിലാണ്. ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് മുന്നിലുണ്ട്. എന്തായാലും ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും ജനം നൽകിയ പ്രഹരമായി ഈ വോട്ടെണ്ണൽ ഫലങ്ങൾ മാറുകയാണ്. CPMന്റെ ഉരുക്കുകോട്ടകൾ ഒന്നൊന്നായി നിലം പൊത്തുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമാകുന്നത്. അപ്രതീക്ഷിതമായി വീശിയടിച്ച UDF തരംഗത്തിൽ LDF സംവിധാനങ്ങൾ പാടെ തകർന്നു വീഴുന്നു. പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് കേരളം ഒന്നടങ്കം കൈപ്പത്തിക്കും കോണിപ്പിടിക്കും വോട്ട് ചെയ്തപ്പോൾ തകർന്നടിഞ്ഞത് LDFന്റെ ഉരുക്കുകോട്ടകൾ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുഖ്യമന്ത്രി നടത്തിയ വിവാദ പരാമർശങ്ങളും ജനങ്ങളോടുള്ള വെല്ലുവിളികളും LDFനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. പ്രചാരണത്തിനിടെ ജനകീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വീട്ടിൽ പോയി ചോദിക്കുക എന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസ രൂപേണയുള്ള മറുപടി വോട്ടർമാരെ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രകോപിപ്പിച്ചു. സാധാരണക്കാരന്റെ പരാതികളെ പുച്ഛിച്ചു തള്ളുന്ന ഭരണാധികാരിയുടെ ഈ ശൈലിക്ക് ബാലറ്റിലൂടെ ജനം മറുപടി നൽകി. ഓരോ വീട്ടിലും ഈ വാക്കുകൾ ചർച്ചയാവുകയും അത് ഭരണവിരുദ്ധ വികാരമായി ആളിക്കത്തുകയുമായിരുന്നു. ജനങ്ങളെ ഭൃത്യന്മാരായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് രീതിക്ക് കേരളം നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റായി ഈ പരാജയം ന്യൂനപക്ഷ വോട്ടുകളുടെ അസാധാരണമായ ഏകീകരണം തന്നെയാണ് LDFന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഇരട്ടത്താപ്പുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFന് പിന്നിൽ അണിനിരന്നു. ഒപ്പം വിശ്വാസികളെ മുറിപ്പെടുത്തിയ ശബരിമല വിവാദം വീണ്ടും ആളിക്കത്തിയത് ഹൈന്ദവ വോട്ടുകളിലും വിള്ളലുണ്ടാക്കി. ആചാര സംരക്ഷണത്തിനായി പ്രതിപക്ഷം നടത്തിയ പോരാട്ടങ്ങളെ ജനം നെഞ്ചിലേറ്റി എന്ന ഫലം വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ ഹൃദയത്തുടിപ്പായ കണ്ണൂരിൽ പോലും വോട്ട് വിഹിതത്തിലുണ്ടായ വൻ ഇടിവ് CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ടുകൾ UDF പെട്ടിയിലായത് ഭരണത്തോടുള്ള കടുത്ത രോഷം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ കരുത്തിന് മങ്ങലേറ്റത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പുകച്ചിലിന് കാരണമാകും. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ വീട്ടമ്മമാരും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതിൽ വലഞ്ഞ കർഷകരും മാറ്റത്തിന് വോട്ട് ചെയ്തു. യുവജനങ്ങളെ വഞ്ചിച്ച PSC നിയമന വിവാദങ്ങളും പിൻവാതിൽ നിയമനങ്ങളും സർക്കാരിന് തിരിച്ചടിയായി. CPM ആവിഷ്കരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം തന്നെ അമ്പെ പാളിയപ്പോൾ UDFന്റെ ചിട്ടയായ പ്രവർത്തനം ഫലം കണ്ടു. അഴിമതിയും ധൂർത്തും പ്രധാന ചർച്ചാ വിഷയമാക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായി ഇത് മാറി. UDF നേതൃത്വത്തിന്റെ ഐക്യവും രാഹുൽ ഗാന്ധിയുടെ സ്വാധീനവും വിജയത്തിന് ആക്കം കൂട്ടി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുൻനിരയിലുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ മാറ്റുകൂട്ടുന്നു.